blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലും അനുഗ്രഹവും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോ ദിവസവും ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്ന, ഇതുവരെ ഒരുപക്ഷെ കണ്ടിട്ട് പോലുമില്ലാത്ത എല്ലാവരോടും പ്രത്യേകിച്ച് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ബ്ലെസ്സിങ് ടുഡേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, എൻ്റെ വെൽ വിഷേഴ്സ് എല്ലാവരോടും നന്ദി പറയുന്നു. പലർ ചേർന്നാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. എല്ലാവരും ചേർന്ന് ഈ സമയത്ത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ചെന്നൈയിൽ നിന്നുള്ള വെൽ വിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ ജോലി സ്ഥിരപ്പെടുവാനും ബോണസ് ലഭിക്കേണ്ടതിനും വേണ്ടി ഞങ്ങൾ അങ്ങയോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എറണാകുളത്തു നിന്നുള്ള മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 2 മക്കളെയും വിദ്യാഭ്യാസപരമായി കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ല ഒരു സ്വഭാവം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല ഭാവി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന് പരിപൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവ് നൽകണമേ. വളരെ സമാധാനമുള്ള ഒരു ജീവിതം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എറണാകുളത്ത് വട്ടപ്പറമ്പിൽ നിന്നുള്ള വെൽ വിഷർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവരിൽ നിന്നും ആ പണം തിരികെ ലഭിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഭവനം പണി പൂർത്തിയാകേണ്ടതിന് എത്രയും വേഗം അത് പൂർത്തിയാകുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. റാന്നിയിൽ നിന്നുള്ള വെൽ വിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരിക്ക് അങ്ങ് ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഷോൾഡർ പെയിനിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം കർത്താവ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മകൾക്കും മകനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 പേരുടെയും കർത്താവെ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവർ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത നല്ല ഒരു ഫ്യൂച്ചർ കർത്താവെ അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ കർത്താവെ, മേലുകാവിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു സ്വന്തം ഭവനമുണ്ടാകട്ടെ, സാമ്പത്തികമായ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകൾക്ക് നല്ല ആരോഗ്യം നൽകണമേ. അതുപോലെ കർത്താവിൽ നിന്നുള്ള ഒരു ഭാവി അവൾക്കുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോട്ടയത്ത് നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ഭർത്താവിന് മദ്യപാനത്തിൽ നിന്നുള്ള പരിപൂർണ വിമോചനം കർത്താവ് നൽകണമേ. മറ്റെല്ലാ ദുസ്വഭാവങ്ങളും മാറിപ്പോകട്ടെ. ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകനും മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കുവാനും അങ്ങനെ കർത്താവെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുവാനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കോട്ടയം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 24 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. കോതമംഗലം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 25 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കലാ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ വഴി, കോതമംഗലം. Chapter 2, എബ്രായ ലേഖനം 2-ാം അധ്യായം തന്നെ verse number 2. 2-ാം അധ്യായം 2-ാമത്തെ വചനം. For since the message spoken through angels was binding, and every violation and disobedience received its just punishment, how shall we escape if we ignore so great a salvation? ദൂതന്മാർ മുഖേന സംസാരിച്ച വചനം സ്ഥിരമായിരിക്കുകയും Yes. ഓരോ ലംഘനത്തിനും അനുസരണക്കേടിനും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് തന്നെ ആദ്യമായി പ്രസ്താവിച്ചതും
കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തരുന്നതും. Yes. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തിരുഹിത പ്രകാരം നൽകിയ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാലും സാക്ഷ്യപ്പെടുത്തിയതുമായ ഇത്ര വലിയ രക്ഷ അവഗണിക്കുന്ന പക്ഷം നാം എങ്ങനെ തെറ്റിയൊഴിയും? I will read that part also. This salvation, which was first announced by the Lord, was confirmed to us by those who heard him. God also testified to it by signs, wonders, and various miracles, and by the gifts of the Holy Spirit distributed according to his will. There are two reasons why Paul is giving us this warning. പൗലോസ് ഈ മുന്നറിയിപ്പ് നമുക്ക് നൽകുവാൻ രണ്ട് കാരണങ്ങളുണ്ട്. Number one, അതിൽ ഒന്ന്, the judgment under the law in the early days was very strict. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ശിക്ഷാവിധി വളരെ കർക്കശമായതായിരുന്നു. Now, the law was given to Moses by an angel. An angel came down on top of Mount Sinai and Moses was given the law. ഈ ന്യായപ്രമാണം മോശയ്ക്ക് ലഭിച്ചത് ഒരു ദൂതനിലൂടെയാണ്. ദൂതൻ സീനായ് മലയിലേക്ക് ഇറങ്ങി വരികയും മോശയ്ക്ക് കൽപ്പനകൾ നൽകുകയും ചെയ്തു. So the first law was given by an angel. ആദ്യത്തെ കൽപ്പന ഒരു ദൂതനിൽ നിന്നാണ് ലഭിച്ചത്. And for every offense, every disobedience, every violence, just punishment was given. ഓരോ ലംഘനത്തിനും ഓരോ തെറ്റിനും അതിന്റേതായ ശരിയായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിച്ചിരുന്നു. It was very strict. അവൻ വളരെ കർക്കശമായിരുന്നു. The law was very strict. ന്യായപ്രമാണം വളരെ കർക്കശമായിരുന്നു. Every violation and every disobedience were rightly judged by God. എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും അനുസരണക്കേടുകളും അതാത് അപ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ശിക്ഷ കൊടുത്തിരുന്നു. Now he says, ഇപ്പോൾ പറയുന്നു, the judgment under grace will be stricter. എന്നാൽ കൃപയുടെ കീഴിലുള്ള ശിക്ഷ കൂടുതൽ കാഠിന്യമേറിയതായിരിക്കും. Because the salvation that we have received is so great. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷ വളരെ മഹത്തായതാണ്. And we received it absolutely free. മാത്രമല്ല സൗജന്യമായിട്ട് നമുക്കിത് ലഭിച്ചിരിക്കുകയാണ്. Somebody shout a hallelujah. ഒരു ഹല്ലേലൂയ. Shout thank you Lord. ഒരൊക്കെ നന്ദി കർത്താവേ എന്ന് പറഞ്ഞാൽ Hallelujah. ഹല്ലേലൂയ. And he describes why this is very important. ഇവിടെ പൗലോസ് ഇത് എന്തുകൊണ്ടാണ് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നത്. Number one, it was announced by the Lord himself. ഇത് ദൈവം തന്നെ പ്രസ്താവിച്ച കാര്യമാണ്. The Mosaic law was given by an angel. ആ മോശയുടെ ന്യായപ്രമാണം ദൂതൻ നൽകിയതാണ്. Now when we came to the grace period, നമ്മൾ കൃപയുടെ യുഗത്തിലേക്ക് വരുമ്പോൾ Jesus said, യേശു പറഞ്ഞു, wait, all angels, hold on, I am going there directly, I'm not sending you, I myself am going down there to announce the message. യേശു പറഞ്ഞു, ദൂതന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരും പോകണ്ട, നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുക, ഞാൻ തന്നെ നേരിട്ട് ചെന്ന് ഞാൻ ഈ രക്ഷയുടെ സന്ദേശം പറയാൻ പോവുകയാണ്. He did not send a messenger. അവൻ ഒരു സന്ദേശവാഹകനല്ലേ അയച്ചത്. He came down to this earth directly and spoke from his own mouth. അവൻ തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും തന്റെ സ്വന്തം അധരത്തിൽ നിന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. This is number one. ഇതാണ് ഒന്നാമത്തേത്. Testifying. ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. Number two, the apostles who had heard him directly gave us the first hand information. മാത്രമല്ല യേശുവിൽ നിന്ന് നേരിട്ട് കേട്ട ആ അപ്പോസ്തലന്മാർ തന്നെ നമുക്ക് നേരിട്ട് ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. Hallelujah. Hallelujah. This is not second hand information. ഇത് രണ്ടാമത് വന്നതല്ല. Not third hand information. കൈമാറി വന്നതല്ല. Not fourth hand information. നാലാമതൊരാളിൽ നിന്ന് കേട്ടതല്ല. The first hand information. ഏറ്റവും പുതുക്കമുള്ളതാണ്. Coming directly from the apostles who had seen him directly, touched him, heard him, slept with him, ate with him. യേശുവിനെ കണ്ട, യേശുവിനെ സ്പർശിച്ച, യേശുവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച, അവന്റെ കൂടെ താമസിച്ച ആ ശിഷ്യന്മാർ തന്നെ, അപ്പോസ്തലന്മാർ തന്നെ നമ്മൾ നൽകിയിരിക്കുകയാണ്. Again, this message, then he says, was testified by signs, wonders and miracles and the gifts of the Holy Spirit. വീണ്ടും പൗലോസ് പറയുകയാണ്, ഈ സന്ദേശം ഇതൊക്കെ കൂടാതെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാലും സാക്ഷ്യപ്പെടുത്തിയതാണ്. It did not came just as an information or just as a report or just as a news. It came with powerful signs and wonders. ഇത് ആരെങ്കിലും ചുമ്മാ പ്രസ്താവിക്കുകയോ ഒരു റിപ്പോർട്ട് പോലെ പറയുകയോ ചെയ്ത കാര്യം മാത്രമല്ല, ഇത്
പ്രസ്താവിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം അത് വീര്യപ്രവൃത്തികളാൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കപ്പെട്ട കാര്യമാണ്. In the Old Testament, the law was given when Moses was receiving the law. It came with terrible signs, frightening signs and wonders. മോശയിലൂടെ അന്ന് ന്യായപ്രമാണം കിട്ടിയ സമയത്ത് ആളുകളെ ഭയപ്പെടുത്തുന്ന അടയാളങ്ങളാണ് അവർ കണ്ടത്. But this message, the gospel of Jesus, came with very, very, very gracious signs and wonders. എന്നാൽ യേശുവിന്റെ ഈ സുവിശേഷം, യേശുവിന്റെ ഈ രക്ഷാ സന്ദേശം വന്നത് വളരെ കൃപ നിറഞ്ഞ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമാണ്. Healings, സൗഖ്യങ്ങൾ, deliverance from demon spirits, അശുദ്ധാത്മാക്കളിൽ നിന്നുള്ള സൗഖ്യം, raising of the dead, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ്, all very, very beneficial to people. എല്ലാവർക്കും ഉപകാരപ്രദമായ അടയാളങ്ങൾ, Not terrifying and horrifying. ആളുകളെ പേടിപ്പിച്ച് വിറപ്പിക്കുന്നതല്ല. So there is difference even in the operation of the gifts of the Holy Spirit today. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ പ്രവർത്തനത്തിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. Paul says in 1 Thessalonians 1 തെസ്സലോനിക്കയിൽ പൗലോസ് പറയുന്നു, chapter 1 verse number 5. 1-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം. Because our gospel came to you not simply with words, but also with power, with the Holy Spirit and deep conviction. You know how we lived among you for your sake. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ഏറെ നിശ്ചയത്തോടും കൂടെയായിരുന്നു നിങ്ങളുടെ അടുക്കൽ എത്തിയത്. Yes. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. Hallelujah. ഹല്ലേലൂയ. That means the gospel message, the good news of Jesus Christ will never came alone, just as a news or report. അതിന്റെ അർത്ഥം യേശുവിന്റെ ഈ സുവിശേഷം ചുമ്മാ ഒരു റിപ്പോർട്ടോ ഒരു വാർത്തയോ വരുന്നത് പോലെ ചുമ്മാ പറയപ്പെട്ടതല്ല. Along with the message of the gospel, ആ സന്ദേശത്തിനൊപ്പം the power of God will be released. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. So many signs, numerous signs and wonders were happening. ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും അതിന്റെ കൂടെ സാക്ഷ്യപ്പെട്ടു. 1 Corinthians chapter 2 verse number 4 and 5. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വചനങ്ങൾ. The message, my message and my preaching were not with wise and persuasive words, but with a demonstration of the Spirit's power, so that your faith might not rest on human wisdom, but on God's power. എന്റെ ദൂതും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളായിരുന്നില്ല, പിന്നെയോ ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്തോടെ ആയിരുന്നു. നിങ്ങളുടെ വിശ്വാസം മാനുഷിക ജ്ഞാനത്തിലല്ല, ദൈവശക്തിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടതിന് തന്നെ. 1 Corinthians chapter 4 and verse number 20. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 20-ാമത്തെ വചനം. For the kingdom of God is not a matter of talk, but of power. ദൈവരാജ്യം വാക്കുകളിലല്ല, ശക്തിയിലത്രേ അധിഷ്ഠിതമായിരിക്കുന്നത്. Hallelujah. Hallelujah. Now listen to this. ഇപ്പോൾ ശ്രദ്ധിക്കുക. Moses' message came through an angel. മോശയ്ക്ക് ആ സന്ദേശം ലഭിച്ചത് ദൂതനിൽ നിന്നാണ്. But for us, പക്ഷെ നമുക്ക് this message came from the very lips of the Lord Jesus Christ. യേശു കർത്താവിന്റെ അധരത്തിൽ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് ഈ സന്ദേശം ലഭിച്ചിരിക്കുകയാണ്. We heard him directly. അവനെ നമ്മൾ നേരിട്ട് കേട്ടവരാണ്. So Paul says, പൗലോസ് പറയുന്നു, if the message that was given by an angel was punished properly, if there was any violation, how much more this message's violation will be met with. പൗലോസ് പറയുകയാണ്, ദൂതൻ മുഖേന ദൂതൻ നൽകിയ ന്യായപ്രമാണം തെറ്റിച്ചവർക്ക് തക്കതായുള്ള ശിക്ഷ നൽകിക്കൊണ്ടിരുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് തന്നെ നേരിട്ട് ലഭിച്ച ഈ സന്ദേശം അതിൽ നിന്ന് തെറ്റിപ്പോകുന്നവർക്ക് എത്രയധികം ശിക്ഷ ലഭിക്കും. I'll give you an example. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം നൽകാം. So many people think that under the law it was very strict. ചിലർ ചിന്തിക്കാൻ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വളരെ വളരെ കാഠിന്യമായിരുന്നു, കർക്കശമായിരുന്നു. But today in grace period it is very easy. ഇന്ന് ഈ കൃപായുഗത്തിൽ ഭയങ്കര എളുപ്പമല്ലേ? One side it is true. ഒരു വശത്ത് നോക്കിയാൽ അത് സത്യമാണ്. Everything is free. എല്ലാം സൗജന്യമാണ്. Jesus is doing everything for us. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുകയാണ്. But there is a warning. പക്ഷേ അവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. If you ever underestimate this great salvation, ഇത്ര വലിയ രക്ഷ നിങ്ങൾ വില കുറച്ച് കണ്ടാൽ,
You will have to pay a great price. നിങ്ങൾ വലിയൊരു വില അതിന് കൊടുക്കേണ്ടി വരും. That's what Paul says here. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. Now listen to this. എന്നെ ശ്രദ്ധിച്ചാലും, If you are driving, നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ there will be cameras on the road. റോഡിൽ പല ക്യാമറകൾ ഉണ്ടായിരിക്കും. Radars will be there. റഡാറുകൾ ഉണ്ടായിരിക്കും. Police jeep is there പോലീസ് ജീപ്പ് ഉണ്ടായിരിക്കും. to catch you for overspeeding. നിങ്ങൾ അമിത വേഗത്തിൽ പോയാൽ പിടിക്കാനായിട്ട്. But in some countries, പക്ഷെ ചില രാജ്യങ്ങളിൽ a small device is allowed. ഒരു ചെറിയ ഡിവൈസ് ഉണ്ട്. If you fix it on the car, നിങ്ങൾ കാറിൽ അത് ഘടിപ്പിച്ചാൽ this device will tell you where the cameras are fixed. എവിടെയാണ് ഈ ക്യാമറകൾ ഇരിക്കുന്നതെന്ന് സംവിധാനം പറഞ്ഞു തരും. Where the police jeep is. എവിടെയാണ് ഇപ്പോൾ പോലീസ് ജീപ്പ് ഉള്ളതെന്ന് പറഞ്ഞു തരും. This will give you a signal. ഇത് നിങ്ങൾക്കൊരു സിഗ്നൽ നൽകിക്കൊണ്ടിരിക്കും. In some countries, this device is allowed. ചില രാജ്യങ്ങളിൽ ഈ സംവിധാനം അവർ നിയമപ്രകാരം അംഗീകരിച്ചിരിക്കുന്നു. When I was in a country, ഞാനൊരു രാജ്യത്തായിരുന്നപ്പോൾ I was riding with another person. ഞാൻ മറ്റൊരാളുടെ കൂടെ യാത്ര She ചെയ്യുകയായിരുന്നു. had fixed this thing. അവൻ ഇത് വെച്ചിരുന്നു. And he said, അവൻ പ്രകാരം പറഞ്ഞു, brother, we are allowed to fix this. ഇത് വെക്കാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ട്. But then if you are caught for overspeeding, അതുണ്ടായിട്ടും അമിത വേഗത്തിൽ നിങ്ങൾ ഓടിച്ച് നിങ്ങൾ പിടിക്കപ്പെട്ടാൽ the penalty will be much bigger. അതിനുള്ള ശിക്ഷ ഭയങ്കര കൂടുതലായിരിക്കും. This is what is happening with grace. ഇതാണ് കൃപയോടുകൂടെ സംഭവിക്കുന്നത്. ക്ഷമ സിസ്റ്റർ, ഇവര് പറവൂരടുത്തുള്ള കുന്നുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 2 ഫാമിലിയാണ്, അച്ഛനും അമ്മയും മകളും മകളുടെ ഭർത്താവും. ഈ മകളുടെ വിവാഹം 2010 ഏപ്രിൽ മാസം 8-ാം തീയതി ആയിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ ആദ്യത്തെ 2 വർഷം ഇവർ തുടർമാനമായിട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തു, മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. യാതൊരു ഫലവും അതിൽ കണ്ടില്ലായിരുന്നു. ആ സമയങ്ങളിലായിരുന്നു ഈ സഹോദരിയും സഹോദരനും കോട്ടയം ബ്ലെസ്സിങ് സെൻറ്ററിൽ പോയിക്കൊണ്ടിരുന്നത്. അവസാനം ഇവർ തമ്മിലൊരു തീരുമാനമെടുത്തു, ഇനി മരുന്ന് കഴിക്കണ്ട, കർത്താവ് ദയ തോന്നി നമുക്കൊരു കുഞ്ഞിനെ തരുന്നത് വരെ ഇവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2 പേരും കോട്ടയം ബ്ലെസ്സിങ് സെൻറ്ററിൽ ചെന്നു. അവർ പ്രാർത്ഥിച്ചു. അവർ പറയുന്നത്, ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു, കർത്താവിന് ദയ തോന്നി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. ഇന്ന് ഞങ്ങൾ ആ കുഞ്ഞിന് ദയ എന്ന് പേരിട്ടിരിക്കുന്നു. Praise God. Hallelujah. ദയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതുപോലെ അച്ഛനും അമ്മയ്ക്കുള്ള സാക്ഷി എന്ന് പറഞ്ഞാൽ ഇവരിവിടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തിലധികമായിരുന്നു. 2013 ഡിസംബർ മാസം 27-ാം തീയതി ആൻറ്റിക്ക് ഒരു സ്ട്രോക്ക് വന്നു. അതിനെ തുടർന്ന് പറവൂരുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഏകദേശം ഒരു 4 ദിവസത്തോളം ICUവിലായിരുന്നു. അവിടെ നിന്നും ഡോക്ടർ പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, 3 മാസമെങ്കിലും എടുക്കും ഈ ആൻറ്റി ഒന്ന് നടന്നു കിട്ടാനെന്ന് പറഞ്ഞു. ഉടനെ അങ്കിള് ഇവിടെ പ്രെയർ ടവറിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. അതുകൂടാതെ ഇവിടുന്ന് ഒത്തിരി ദൈവദാസന്മാർ അവിടെ ചെന്നു, അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയുന്നത് ഏകദേശം 2 ആഴ്ചയോളം ഇവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്നത് തന്നെ കിടത്തിയാണ് കൊണ്ടുവന്നത്, ഒട്ടും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ കിടത്തി വീട്ടിൽ കൊണ്ടുവന്നു, തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചു. യേശു കർത്താവ് ഇവരുടെ പ്രാർത്ഥന കേട്ടു. ആൻറ്റി പറയുന്നത്, അല്ലെങ്കിൽ അങ്കിൾ പറയുന്നത്, 3 ദിവസം കൊണ്ട് എൻ്റെ ഭാര്യ എഴുന്നേറ്റ് നടന്നു. ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞ സകല ജോലികളും അതിനുശേഷം ആൻറ്റി ഓരോന്നായി ചെയ്യാൻ തുടങ്ങി. Praise God. നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇതിവിടെ സംസാരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ രോഗമുള്ള ആരെങ്കിലും ഇന്നിവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ് നൽകാം, യേശു കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിവുണ്ട്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി, വിടുതലിനായി നന്ദി. കർത്താവ്, ഈ കുഞ്ഞിനെ ദാനമായി ഇവർക്ക് കൊടുത്തല്ലോ, എല്ലാ നന്മകൾക്കായി നന്ദി. ഈ മാതാപിതാക്കളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവ് എന്നെ സ്പർശിക്കും. ഒരുപക്ഷെ ഓരോ ദിവസവും ഇന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇന്ന് എനിക്കൊരു സൗഖ്യം കിട്ടുമോ, ഇന്ന് എനിക്കൊരു വിടുതൽ കിട്ടുമോ എന്നിങ്ങനെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാകാം. അങ്ങനെ ഏകദേശം 38 വർഷത്തോളം ആഗ്രഹിച്ച ഒരാളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ബെഥസ്ത കുളക്കരയിൽ കിടക്കുന്ന ആ തളർവാദ രോഗി ഓരോ ദിവസവും ഓരോ വർഷവും ആഗ്രഹിച്ചു. പക്ഷേ ഒരു ദിവസം യേശു
അരികിൽ വന്ന് അദ്ദേഹത്തെ സൗഖ്യമാക്കി. അതിൻ്റെ അർത്ഥം എത്ര വൈകിയാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോ ആഗ്രഹിക്കുന്ന രീതിയിലോ ആയിരിക്കണമെന്നില്ല, പക്ഷെ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ രോഗസൗഖ്യം, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ഇപ്പോൾ എല്ലാ ഇടങ്ങളിലും വരാൻ തുടങ്ങട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ ഇൻ ജീസസ് നെയിം. ആദ്യമേ ഞാൻ കാണുന്നത് വളരെ നന്നായി മുടി ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. പക്ഷേ ഈ ഭാഗത്തെല്ലാം മുടി പോയിട്ട് വല്ലാത്തൊരു മനപ്രയാസം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അതിൻ്റെ റെസ്റ്റോറേഷൻ നടക്കട്ടെ ഇൻ ജീസസ് നെയിം നടക്കട്ടെ. താങ്ക് യു ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ഫുഡ് പൈപ്പ്, ഈ അന്നനാളത്തിന് പ്രയാസമുള്ള അന്നനാളം ചുരുങ്ങുകയോ ശരിയായ രീതിയിൽ ഭക്ഷണം ഇറക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുന്നു ഒരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. മസിലുകൾ വീക്കായിക്കൊണ്ടിരിക്കുന്ന രോഗം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ് ഇൻ ജീസസ് നെയിം. അതുപോലെ അസ്ഥികൾ വല്ലാതെ ബ്രിറ്റിലായിക്കൊണ്ടിരിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. കിഡ്നികൾ തകരാറിലായ വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമാശയത്തിനകത്ത് എന്തോ ഒരു വളർച്ചയുണ്ടായിട്ട് ട്യൂമർ പോലെ എന്തോ ഒന്ന് ആമാശയത്തിനകത്ത് വളർന്നിരിക്കുന്നു. ഭക്ഷണം അധികം കഴിക്കാൻ സാധിക്കുന്നില്ല, ചില സമയത്ത് അത് വൊമിറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും ജീസസിനെ. കാലിൽ രക്തക്കുഴലുകൾ തടിച്ചു വീർത്ത് കിടക്കുന്ന വെരിക്കോസ് വെയിൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രണ്ട് കാലിൽ നീര് വന്നിരിക്കുന്ന ഒരു വ്യക്തി സൗഖ്യമാകട്ടെ, പ്രത്യേകിച്ച് കാൽമുട്ടും അതിന് താഴേക്കും യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ. കാൽമുട്ടിനകത്ത് തേയ്മാനം സംഭവിച്ചിട്ട് ആ കാൽമുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ചില വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ആ വ്യക്തികൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ക്യാൻസർ രോഗം ഏത് രീതിയിലുള്ളതായാലും ഇപ്പോൾ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ആ ക്യാൻസർ രോഗം മാറിപ്പോകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അതുപോലെ ഇയർ ഇംബാലൻസ് യേശുവിൻ്റെ നാമത്തിൽ വേർട്ടിഗോ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. കർത്താവെ, വിടുതലുകൾ എല്ലായിടങ്ങളിലും ഇപ്പോൾ ചെന്ന് ചേരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഞാൻ നിങ്ങളുടെ വിഷയം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാം. കാണാതെ ഒരടയാളം കൂടാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക വിടുതൽ, പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്നവർ, മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഇവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം അവിടെ നടക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ഇടതുവശം തളർച്ച വന്ന ഈ ഒരു ഭാഗം വീക്കായിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവെ, ഏത് വിഷയത്തിനായാലും കർത്താവ് ഉത്തരം നൽകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയത്ത് വെള്ളിയാഴ്ചയും ശനിയാഴ്ച കോതമംഗലത്തും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, എൻ്റെ പ്രാർത്ഥന ഡയറി, സെർമൺ നോട്ട് കീപ്പർ, അതുപോലെ ആശിഷമാരി, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പ്രോഡക്ട്സ് ആവശ്യമുള്ളവർക്ക് അത് കരസ്ഥമാക്കാൻ സ്കില്ലിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ വെള്ളിയാഴ്ച സാമ്പത്തിക വിടുതലിന് വേണ്ടിയുള്ളൊരു വലിയ പ്രാർത്ഥന നടക്കാൻ പോവുകയാണ് ബ്ലെസ്സിങ് ടുഡേയിലൂടെ. ഇപ്പോഴേ തയ്യാറാകുക. ലോകമെമ്പാടും കർത്താവ് വലിയ വിടുതലുകൾ അയക്കുമെന്ന് വിശ്വസിക്കുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഇതിനെ പരിചയപ്പെടുത്തുക.
കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈബിൾ ആൻഡ് ന്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞ ശിഷ്യനാര്? Who asked Jesus to show the Father? Options: A. Patros, B. Pilatos, C. Judah, D. Philippus. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM Books ആണ്. ദുബായ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 28 ചൊവ്വാഴ്ച. സമയം വൈകിട്ട് 7:30 മുതൽ 10 മണി വരെ. വൈഡ് റേഞ്ച് റെസ്റ്റോറന്റ് അൽ മദീന, ബേസ്മെന്റ് പാർട്ടി ഹാൾ, കരാമ, മെട്രോ സ്റ്റേഷന് സമീപം. ഫോൺ 055-741-5618. ഷാർജ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 29 ബുധനാഴ്ച. സമയം വൈകിട്ട് 7:30 മുതൽ 10 മണി വരെ. ഷാർജ വർക്ക്ഷിപ്പ് സെന്റർ, ഫസ്റ്റ് ഫ്ലോർ, മെയിൻ ഹാൾ. ഫോൺ 050-9673-287.